ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇതെന്താണെന്നറിയാം, മീൻകറിയാണ് കേട്ടോ. പച്ച തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ്. അപ്പം നല്ല ടേസ്റ്റാണിത്. അപ്പം ഞാനിത് ചക്കയുടെ കൂടെ മീൻകറി ഒഴിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മീൻകറി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തുള്ളൂ. ഒരുപാട് തേങ്ങ വേണ്ട, നമുക്ക് ഒരു പിടി തേങ്ങ കൊണ്ട് നല്ലൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇത്രയും, ഒരു പിടി തന്നെ വേണ്ട കേട്ടോ, ഇത്രയും തേങ്ങയും ഒരു പിടി തേങ്ങ, ഇത്ര ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ഇടിയലെടുത്തിട്ട് അതൊന്നും ചതച്ചെടുക്കണം. ഞാൻ ഒരു ഇടിയലെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള ഉള്ളി ഇട്ടു. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഇത്രയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ചെറിയ ഉള്ളിയും പകുതി സവാള ഉള്ളിയായിട്ടും എടുക്കാം. ഇനി ചെയ്യേണ്ടത്, ഞാൻ ഒരു പാൻ എടുത്തു. അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സവാള ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം വഴണ്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴണ്ട, ചെറിയൊരു ബ്രൗൺ നിറമായാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചൂടാറിയ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഇത്രയും എടുത്തിട്ടുള്ളൂ ഞാൻ തേങ്ങ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശകലം വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നോക്കിക്കാം, ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അങ്ങ് അരയണം കേട്ടോ. ഇനി നമുക്ക് തേങ്ങ അരച്ച മീൻകറി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. അപ്പം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ഉലുവ, കുറച്ച് കറിവേപ്പില. അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. ഒരു പിടി തേങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം വഴറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിഴിപുളി വേണമെങ്കിലും എടുക്കാം.
ഞാൻ ഇത്രയും കുടംപുളിയാണ് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുടംപുളി വേണമെങ്കിൽ തിളപ്പിച്ച് ആ വെള്ളവും കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുടംപുളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരപ്പൊന്ന് തിളയ്ക്കണം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തിളച്ച് വന്ന് നോക്കാം. അപ്പം തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ് കേട്ടോ. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. അപ്പം നമുക്ക് ഒരു പിടി തേങ്ങ കൊണ്ട് നല്ലൊരു മീൻകറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഞാൻ പറയുന്ന കണക്കല്ല. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻസൊക്കെ അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചത്തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ see you.